ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർവാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പ വഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. പക്ഷേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളുടെ പേരുകൾ എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ പഠിക്കുകയും ചെയ്ത് അതിനെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. കൊറി ഗലായഫെ ഫിലിക്കൊളോ, കൊറി ഗലായഫെ ഫിലിക്കൊളോ, ഇതായിരുന്നു 6 പുസ്തകങ്ങളുടെ തുടക്കത്തിലുള്ള ഭാഗങ്ങളെ ചേർത്ത് നമ്മൾ ഈ സ്റ്റൈലിൽ നമ്മളത് പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഭാഗമാണ്. ആ മറ്റൊരു ഭാഗം മറ്റൊന്നുമല്ല, കാത്തോലിക്ക ലേഖനങ്ങളാണ്. കാത്തോലിക്ക ലേഖനങ്ങളെ എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് പീറ്റർ ജോൺ 5 പുസ്തകങ്ങളായി. ഫസ്റ്റ് പീറ്റർ, സെക്കൻഡ് പീറ്റർ, ഫസ്റ്റ് ജോൺ, സെക്കൻഡ് ജോൺ, തേർഡ് ജോൺ, 5 പുസ്തകങ്ങളായോ? ഇനി പൂർത്തിയായില്ല. കാത്തോലിക്ക ലേഖനങ്ങൾ 7 ഉണ്ട്. ചെറിയ ലേഖനങ്ങളെ, പൗലോസ്ലീഹായുടെ അല്ലാത്ത ഈ കൊച്ചു ലേഖനങ്ങളെയെല്ലാം ചേർത്തിട്ട് സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ 7 ലേഖനങ്ങൾ. ഇതിൻ്റെ തുടക്കം ഒരു ജയിൽ അവസാനിക്കുന്നു, അവസാനം മറ്റൊരു ജയിൽ അവസാനിക്കുന്നു. തുടക്കത്തിലെ ജെ ഫോർ ജെയിംസ്, അവസാനത്തിലെ ജെ ഫോർ ജൂത്ത് അല്ലെങ്കിൽ യൂദാസിൻ്റെ ലേഖനം. അപ്പോൾ 7 പുസ്തകങ്ങളായോ? തുടക്കത്തിൽ ജെയിംസ്, അവസാനം ജൂദാസ്, ഇടയിൽ പീറ്റർ ജോൺ, ഫസ്റ്റ് പീറ്റർ, സെക്കൻഡ് പീറ്റർ, ഫസ്റ്റ് ജോൺ, സെക്കൻഡ് ജോൺ, തേർഡ് ജോൺ. തുടക്കത്തിൽ ജെയിംസ്, അവസാനം ജൂദ. 7 പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി 2 പുസ്തകങ്ങളും കൂടെ ഇതിൻ്റെ മുകളിലും താഴെ നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം, അവസാനം റെവല്യൂഷൻ, എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും അവസാനം വെളിപാടിൻ്റെ പുസ്തകം. ഇനി വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 22 അധ്യായങ്ങളുണ്ട്. വെളിപാടിൻ്റെ പുസ്തകങ്ങളിൽ 22 അധ്യായങ്ങളുണ്ട്. അവസാനത്തെ വാക്യം 22 ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. 22 എന്ന് പഠിക്കാമായിരുന്നു. പക്ഷേ 21 വാക്യങ്ങളേ ഉള്ളൂ. 21ാമത്തെ വാക്യം, കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.